നിങ്ങൾ എന്താ മനുഷ്യൻ? നിങ്ങൾക്ക് ഇവിടെ വരെ ഇരുന്നൂടെ? നിങ്ങൾക്ക് ഇവിടെ വല്ലോടത്ത് ഇരുന്നൂടെ ഒന്ന്? എടി ഇരിക്കാന്ന് പറഞ്ഞാൽ പിള്ളേരെ കാണാതെ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? എന്റെ മനുഷ്യൻ നിങ്ങളൊന്ന് വെപ്രാളപ്പെടാണ്ട് ഇവിടെ വന്ന് ഇരിക്കേ. ഓ, ഞാൻ ഇരിക്കാത്തോണ്ടാണ്. അല്ല എടി എത്ര നേരം അവര് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. ഞാൻ 2 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോ അവരവിടുന്ന് പുറപ്പെട്ടിട്ട് നിന്നാണ് പറഞ്ഞത്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എത്തേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അവരിങ്ങ് വരുന്നേ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അല്ല, എന്റെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒന്നാമത് കുറെ രാഷ്ട്രീയ ശത്രുക്കൾ എനിക്കുള്ളതാ. അറിയാമല്ലോ, കണ്ണങ്കരയുടെ കേസൊക്കെ. എന്തെങ്കിലും ഇനി യൗമാരൊക്കെ വല്ല വള്ളിക്കെട്ടുകൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പിള്ളേർ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. എന്റെ മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കല്ലേട്ടാ. ഓല്ലോ ഇനി ചെറു വേറെ പ്രശ്നം വല്ലതും ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഇനി വരുന്ന വഴിയിൽ 2 കൂടെ വഴക്കായി കാണുമെന്ന്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനേ നേരമുള്ളൂ. എല്ലാം ഇവന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എടുത്തടിച്ചോലെ മറുപടി വരും. അവർക്ക് ഇഷ്ടപ്പെട്ട് കാണൂല, സ്വാഭാവികമായിട്ട് വഴക്കായി കാണും. എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചോട്ടാ. ഓല്ലോ അല്ല, ഇനി ചിലപ്പോ വല്ല ആക്സിഡന്റ് വല്ല. അല്ല, അങ്ങനല്ല, ചെറിയ ആക്സിഡന്റ്. വെറുതെ ഇരിക്കുന്ന എന്നെയും കൂടി അങ്ങ് പേടിപ്പിക്കും. ഇടേ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ തട്ടി, അത് ചിലപ്പോ വർക്ക്ഷോപ്പിൽ എന്തുണ്ടെങ്കിലും അതൊന്നും വിളിച്ചു പറയണ്ടേ. എന്റെ മനുഷ്യ ആക്സിഡന്റ് തന്നെ ആവണമെന്നുണ്ടാ? അത് ചിലപ്പോ വല്ല പോന്ന വഴിക്ക് നീ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക്. എന്തിനാ നീ? അവർക്ക് വല്ല ആരെങ്കിലും പോന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയതാണെങ്കിലാ? ചിലപ്പോ അവരുടെ ഫോണിൽ ഉള്ള സ്ഥലത്ത് നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ചിലപ്പോ ചാർജ് ഇറങ്ങി പോയിട്ടുണ്ടാവും. വേണ്ട, പോന്ന വഴിക്ക് ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുക്കാൻ നിന്നതായിരിക്കോ? അങ്ങനെയൊക്കെ ആയിക്കൂടെ? അങ്ങനെ ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? എന്റെ ഗ്രേസി, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഞാൻ എതിരില്ല. എന്തുണ്ടെങ്കിലും അത് വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു പറയേണ്ട ഒരു മര്യാദ കാണിക്കട്ടെ, സമാധാനം തരട്ടെ. ഒരു മര്യാദ ഇല്ലാത്തൊരു ചെറുക്കൻ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് തീർന്നു. എടാ, അതില്ലെങ്കിൽ അടുത്ത കടയിൽ കയറി വിളിച്ചു പറയട്ടെ, ഇന്നാണ് പ്രശ്നം, ഞങ്ങൾ വരുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാ നമ്മളെ തീതിട്ടിരിക്കുന്നത്? ഒരു കാര്യത്തിന് അവനിങ്ങനെയാണ്, ഒരു ഉത്തരവാദിത്വമില്ല. പോയ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. നിങ്ങൾ അപ്പന്മാർക്കുള്ള പ്രശ്നം തന്നെയാണ് ഇത്. മക്കള് ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ അപ്പ ചിന്തിക്കും എവിടെങ്കിലും പോയി കള്ളു കുടിച്ചോണ്ടിരിക്കുവായിരിക്കും, ബാറിൽ ഇരിക്കുവായിരിക്കും. അല്ലെങ്കിൽ വിചാരിക്കും വല്ല പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ഇരിക്കുവായിരിക്കും. എല്ലാ അപ്പന്മാർക്കും ഉള്ളതാ. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞാൽ കണ്ടാൽ പോലും വിചാരിക്കും ആ പെണ്ണായിട്ട് സെറ്റാണെന്ന്. അല്ലേ? നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ അപ്പന്മാരെയും ഉള്ള കുറ്റം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനിപ്പോ അങ്ങനെയല്ലെന്ന് വെച്ചോ, എന്നാലും പറയും. നിങ്ങൾ മനസ്സിലൊരു കാര്യം അങ്ങ് വിചാരിച്ചു വെച്ചിട്ടുണ്ട്, അത് തന്നെ ആവണം സത്യം എന്നങ്ങ് കരുതിയ നടക്കുവോ? എല്ലാം അങ്ങനെ ആവണമെന്നില്ല കേട്ടാ. അല്ല, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. എന്തു ടെൻഷൻ? അല്ല, ഇത്ര നേരം ടെൻഷൻ അടിച്ചിരുന്ന ആളിരുന്ന് ചിരിക്കണം എന്താണ്? അല്ല, അതെ, നീ ഇങ്ങനെ അപ്പന്മാരെ കുറ്റങ്ങൾ കുറെ പറഞ്ഞപ്പോഴേ ഞാൻ എന്റെ അപ്പന്റെ കാര്യം ആലോചിച്ചതാ. എന്ത്? പണ്ട് ഞാൻ ഈ ടോമിന്റെ പ്രായത്തിലെ എന്റെ അപ്പന് എന്നെ ഇതുപോലെ കുറെ കുറ്റം പറയും. അല്ല, അങ്ങനെ കുറ്റമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അപ്പം കുറ്റങ്ങൾ പറയും, ചുമ്മാ കുറ്റം പറയും, എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം. അവസാനം ഞാൻ പിന്നെ ഒന്നും ചെയ്യാണ്ടായി. അപ്പോഴും തുടങ്ങി ഒന്നും ചെയ്യാതെ വീട്ടിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിടക്കിന് ഞാൻ ടോമിന് എന്തോന്ന് പറയുന്നു. ഞാൻ അന്ന് അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എന്റെ മോനെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടു വളർത്തുന്നത്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല? അല്ല, വഴക്കൊക്കെ ഉണ്ടാകും. അതിപ്പോ മനുഷ്യന്മാരാകുമ്പോ വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എടി, അതല്ലേ അതിന്റെ ഒരു ഇതെന്നൊക്കെ പറയുന്നു. മക്കളും അച്ഛനും ആയാലും ഭാര്യയും ഭർത്താവും ആയാലും സഹോദരനും സഹോദരി ആയാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ പുതുതായി ചിന്തിക്കുന്നത്, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതം നീ ഒന്ന് ആലോചിച്ചു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഒരുപാട് ചർച്ച ചെയ്ത് വഴക്കുണ്ടാക്കി ചർച്ച ചെയ്ത് അവസാനം നമ്മളൊരു നല്ല സൊല്യൂഷനിൽ എത്തൂലേ? അത് അത്രയും നേരം ചർച്ച ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ അത് നല്ലതല്ലേ? ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഒക്കെ നല്ലത് തന്നെയാണ്. അതാണ് കുടുംബത്തിന്റെ ബലം എന്ന് പറയുന്നത്. വണ്ടിയല്ലേ ഇത്? അവസാനം എത്തിപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനെ അവസാനം 2 എത്തിപ്പെട്ടു. അയ്യോ, എടാ, എവിടെയായിരുന്നല്ലേ നിങ്ങൾ ഇത്രയും നേരം? ഇത്ര സമയം വിളിച്ചിട്ട് നിങ്ങള് ഇങ്ങോട്ട് വരണ്ടേ? എന്താ താമസം എന്തെന്നാ ചോദിച്ചത്? അപ്പൊ വരുന്ന വഴിക്ക് കുറെ സംസാരിക്കാനുണ്ടായിരുന്നു, എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു സമയമായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2 കൂടെ ഭയങ്കര വഴക്കായിക്കണം, അടിയും ബളമായിക്കണം. വീണ്ടും പടങ്ങി പിരിഞ്ഞിട്ട് വീണ്ടും ഒളിച്ചോടി പോകാനുള്ള പ്ലാൻ. പിന്നെ ഇത് അങ്ങനെയൊന്നുമല്ല, എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നണില്ലല്ലോ.
എന്താടാ മക്കളെ പ്രശ്നം എന്താ? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും സുഹൃത്തുക്കളെ വീട്ടിൽ ഫുഡ് അടിക്കാൻ കയറിയതായിരിക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയതായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നല്ല ഷോപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ പോയതോ, അങ്ങനെയൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എനിക്കിട്ട് ട്രോളണേ അല്ലേ? അല്ലെ പിന്നെ അവരെന്താ വിളിച്ചു പറയാ, ചിലപ്പോൾ മൊബൈലിൽ ചാർജ് അല്ലേ. പപ്പ വരുന്നുണ്ട്, ഞങ്ങൾ അമലിനെ കണ്ടു. അയ്യ അത്രേ ഉള്ള, അത് സ്ഥിരം കാണുന്നില്ല. സ്ഥിരം കാണുന്നത് അതുപോലല്ലോ അപ്പേ. പിന്നെ ഇത് തമിഴ്നാട്ടിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടെന്ന് പറഞ്ഞാ വെച്ചാൽ അവൻ നമ്മളെ മുമ്പിൽ നിന്ന് പെട്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ പെട്ടു അല്ലേ? കാര്യങ്ങളെല്ലാം ഞങ്ങൾ അയാളുടെ തുറന്നു പറഞ്ഞു. അയ്യോ എല്ലാം പറഞ്ഞടി? എല്ലാം പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്തോ പറഞ്ഞു? പുള്ളി എല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ആണോ? വിഷമല്ലോണ്ടാ. എന്താ പറഞ്ഞത്? തെളിച്ചു പറ. ഭാഗത്ത് പോവാം. എന്റെ കർത്താവെ, പള്ളി പോയി നേർച്ച നേർന്നിട്ട് പ്രശ്നങ്ങൾ തീരണില്ലല്ലോ. എന്താവോ ആവോ. അപ്പോ നിങ്ങൾ പറയുന്നതെല്ലാം പുള്ളി കേട്ടിട്ടും പുള്ളി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല അമൽ സാർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നണേ. പുള്ളി ഒരു നല്ല മനുഷ്യനാന്ന് എനിക്കും തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ആകുന്നത് ഞങ്ങളും പ്രതീക്ഷിച്ചല്ല ഉമ്മി. അവന്റെ സ്വഭാവം വെച്ച് ഞാൻ വിചാരിച്ചു കേട്ടപ്പോ തന്നെ പൊട്ടി തെറിക്കി വരികയാണ്. അല്ല, പുള്ളി 1 മാസം മുമ്പ് ഈ സംഭവം അറിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ? ആ ക്രിസ്റ്റീന ചെന്ന് പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞേ. അപ്പൊ അവള് പറഞ്ഞതൊക്കെ അവളാ ആദ്യം അറിഞ്ഞത്. ദൈവമേ, എനിക്ക് തോന്നിയായിരുന്നു അന്ന് ഇവിടെ അവള് വന്നപ്പോഴേ തോന്നി അവളെല്ലാം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഇനി അവളെങ്ങാനും ഇവിടെ കയറി വരും മോളെ. അവളിപ്പോ നാട്ടിലില്ലാത്തത് കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉടനെ ഞങ്ങൾ വരുമെന്നും തോന്നില്ല. അത്രേ ആശ്വാസം. ഇനിയിപ്പൊ അവളുടെ പ്രതികാരം കാണണ്ടല്ലോ. ക്രിസ്റ്റീനയുടെ കാര്യം വിട്. ഈ അമല് പ്രതികാരം ചെയ്യാത്തത് വേറൊന്നും കൊണ്ടൊന്നുമില്ല. നിങ്ങളെ രണ്ടുപേരെ പുള്ളിക്ക് അത്ര ഇഷ്ടമാണ്. ഈ ചില ആളെയൊക്കെ ഇഷ്ടമുള്ളവരെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ പ്രതികാരം ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പപ്പ. അയാൾ ഓഫീസ് വെച്ച് ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാണിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ അയാളെ ശത്രുവായിട്ട് കാണാനൊന്നും വേണ്ട. അവൻ നമ്മളെ ശത്രുവായിട്ട് കാണുമെന്നാണ് ഞാൻ ഇവിടെ ആലോചിക്കുന്നത്. അയാൾ ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി, അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ മുന്നോട്ട് പോവാന്ന് പ്ലാൻ ചെയ്തതാ. പക്ഷെ ഇനി അത് നടക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ല, നിങ്ങളുടെ ഭാഗത്തും വലിയ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു. നിങ്ങൾക്ക് അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാമായിരുന്നു. അത് കുറച്ച് ധൈര്യം കാണിച്ചാൽ മതിയായിരുന്നു. അതിന് നിങ്ങൾ രണ്ടുപേരും തയ്യാറായില്ല. അന്ന് ഇവൻ ആ ഓഫീസിൽ വന്ന് കയറിയപ്പോ നിനക്ക് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഇതെന്റെ കിട്ടിയോനാന്ന്. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ പോലും ഉണ്ടായിരിക്കുമ്പോ എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യണത്? അപ്പൊ രണ്ടാളും സ്നേഹത്തിലായപ്പോഴെങ്കിലും പറയാറുന്നില്ല നിനക്ക്? അതിന് എത്ര ശ്രമിച്ചു അവൻ വിശ്വസിക്കണ്ടേ? പറയുന്ന അവന്റെ തലേ കയറുന്നില്ലായിരുന്നല്ലോ. ഫോട്ടോ വരെ കാണിച്ചപ്പോ എന്ന് വിശ്വസിച്ചാണ് ആളുടെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞ് വിശ്വസിപ്പിക്കാനാ? ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയുകയും ചെയ്ത് അറിയേണ്ടവർ അറിയുകയും ചെയ്തില്ലേ? അതെ. എന്തായാലും അല്ല, പുള്ളിയെ ഈ വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു? അതല്ല ഈ ലീഗലി എന്തെങ്കിലും മൂവ് ചെയ്യുന്നോ കേസ് കൊടുക്കും? അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. ലീഗലി മൂവ് ചെയ്യുമെങ്കിൽ എന്താവും അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പൊ അങ്ങനെയൊന്നും കാണൂല. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളതുണ്ടേ. എടാ, നമുക്കേ നമ്മുടെ ആ തമ്പിയെ അല്ലേ അഡ്വക്കേറ്റ്, പുള്ളിയെ പോയി ഒന്ന് കണ്ടാലോ? വേണ്ട പാപ്പ, എല്ലാം തീർന്നാണ് തോന്നുന്നത്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ കാണാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് കരുതിയിരുന്നു കേട്ടോ. എന്നാ പോയി വിശ്രമിക്കും. നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നല്ലേ? പോയി ഫ്രഷ് ആയിട്ട് ഉറങ്ങാത്ത എന്ത്? ഉറക്കം വന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്ത് പറ്റി? ഞാനേ ഫുള്ള് മറ്റേ അമൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സ്വപ്നം കാണുന്നത്. ഈ രാവിലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സ്വപ്നം കാണാനുണ്ടോ? എടി പെണ്ണെ, സെലക്ട് ചെയ്ത് സ്വപ്നം കാണാൻ പറ്റുമോ? എങ്കിൽ എപ്പോഴേ നല്ല നല്ല സ്വപ്നം കണ്ടേനെ. കണ്ടതോ? എന്നെ കൊല്ലാൻ വേണ്ട ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഓരോന്ന് മനസ്സിലാലോചിച്ച് വെച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ അമൽ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ. അയാൾ ഓക്കെ പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? അവന്റെ ഓക്കെ, അവന് പ്രശ്നം അവൻ എന്ത് നമ്മളെ ചെയ്തുകൂടാ?
എന്ത് ചെയ്തൂടാ? എന്ത് ചെയ്തോടുന്ന ഇടി നമ്മൾ ക്യാബിലോട്ട് പോകണ വഴിക്ക് വല്ല നമ്മളെ തലയിലെടുത്ത് അടിച്ചാൽ പോരെ? അവൻ്റെ ഓഫീസിൽ നമ്മൾ പോണത് വണ്ടി പോകുമ്പോൾ തള്ളിയിട്ടാ എന്ത് ചെയ്യും? ബാക്കി കാർ ഒന്ന് ഇടിച്ചിട്ടാ അങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ ഇല്ലാത്ത വല്ല കുറ്റം ഉണ്ടാക്കി നമ്മൾ തല വെച്ച് വല്ല പോലീസ് കേസ് ആക്കി എന്ത് ചെയ്യും? അവനെല്ലാം ചെയ്യാം. എന്നെയും കൂടെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് മനുഷ്യന് ഓഫീസിൽ പോകാനുള്ള ഫുൾ മൂഡ് പോയി. പോലീസിൽ പരാതി കൊടുക്കുവോ? വേണമെങ്കിൽ അതും ചെയ്യാവേ. അപ്പൊ പോലീസ് ഇവിടെ വരത്തില്ലേ? അതല്ലേ ആര്? പോലീസ്. പോലീസ് മണം കേട്ടപ്പോ നോക്ക് മനുഷ്യ ആരാന്നു. ഞാൻ തന്നെ പോയി നോക്കണോ? പിന്നെ ഞാൻ നോക്കണോ? പപ്പ എന്തിവിടെ? നമ്മുടെ വീടല്ലേ, എനിക്കിവിടെ വരാൻ പാടില്ലേ? അതല്ല ഇത്ര രാവിലെ എന്തിനാ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടിരിക്കണേന്ന്? രാവിലെയാ? എടാ നേരം വെളുത്തിട്ട് എത്ര സമയം എന്നറിയാമോ? ഓഫീസിൽ പോകാനുള്ള സമയമൊക്കെ ആയി. ഇപ്പോഴേയാ? പിന്നെ മമ്മി അവിടെ എപ്പോഴാ ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണമെന്നാ. പെട്ടെന്ന് റെഡിയാ, ഓഫീസിൽ പോകാൻ നോക്ക്. അല്ല ഓഫീസിൽ പോണോ വേണ്ട എന്തെങ്കിലും ആലോചിക്കുക. അതെന്തിപ്പോ അങ്ങനെ ഒരു ആലോചന? അല്ല പപ്പ, അമൽ സാറിന്റെ ബിഹേവിങ് എങ്ങനെയായിരിക്കും നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. അത് സ്പെഷ്യൽ ഗിഫ്റ്റ് വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ അവിടെ? ഗിഫ്റ്റ് അല്ല, അവൻ എന്ത് പണിയാണ് തരണമെന്ന് അറിഞ്ഞില്ല. ആകെ ഒരു ചടിപ്പ്. എടേ ചുമ്മാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അല്ല ഇപ്പൊ അവിടെ ചെന്നെങ്കിലേ അറിയത്തുള്ളൂ ജോലി അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതല്ലേ അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലി നോക്കാന്നേ. പിന്നല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നെന്തിന്? ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ എന്തായാലും അമൽ അറിഞ്ഞല്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പണി തരാനാണെങ്കിൽ 1 മാസം മുമ്പേ അമൽ ഈ വിഷയം അറിഞ്ഞാണ്. ഇതുവരെ ആയിട്ട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ധൈര്യം ഇടയിലടേ. ഡേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ പപ്പയോടെ നിൽക്കല്ലേ, കട്ടൊക്കെ നിൽക്കും. പെട്ടെന്ന് റെഡിയാവും. പിന്നെ അല്ല പിന്നെ പോണം. പോണ്ടേ പിന്നെ പെട്ടെന്ന് റെഡി കേട്ടോ മോളെ. എല്ലാരും എന്തെങ്കിലും നോക്കുന്നേ? നീ എന്തിനാ ഞങ്ങളെങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. അമൽ സാർ വന്നില്ലെന്ന് തോന്നല്ലോ. അല്ല നിങ്ങളെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഒരുമാതിരി വെക്കേഷൻ കഴിഞ്ഞ് പിള്ളേര് പരീക്ഷ പേപ്പർ കിട്ടി നോക്കിയിരിക്കും പോലെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ട്രെക്കിങ്ങിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ? അയ്യോ സാറിന് ട്രെക്കിങ്ങിന് പോയിട്ട് പനി പിടിച്ചു. അങ്ങനെ അത് പോയോണ്ട് പനി പിടിച്ചല്ല. ഞാൻ മലയുടെ മുകളിൽ കയറുന്ന പോമാര് പറഞ്ഞ് താഴോട്ട് നോക്കലെന്ന്. ഞാൻ ഒന്ന് നോക്കി, അപ്പൊ ചെറുതായിട്ടൊന്ന് വിറച്ചല്ല, പേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പനിയും വന്നു, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ പേടിച്ചു പനി പിടിച്ചു. പിന്നെ എന്തിനാടാ നീ ട്രെക്കിംഗ് എന്ന് പറഞ്ഞു പോയത്? എടി ആ പേര് കേട്ടപ്പോ ഒരു ഗത്ത് ഫീൽ ചെയ്തു. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് എന്റെ കാലൊക്കെ പപ്പടമായി. വെറുത്തു പോയി ആ പേര് എന്റെ. അല്ല നീ എറണാകുളത്ത് പോയാൽ എന്തായി? ഓ എന്താവാൻ, അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ അവളെ നന്നായിട്ട് അറിയാം. ഇത്ര നാൾ വർക്ക് ചെയ്ത് എന്നെ ആർക്കും അറിഞ്ഞൂടാ. നിനക്ക് നിന്റെ വീട്ടുകാർക്ക് പോലും നിന്നെ തിരിച്ചറിഞ്ഞൂടാ. അപ്പോഴാണ് നീ ഓടാ പനി പിടിച്ചവനെ. നീ ശ്രീനിസാറിനെ കണ്ടില്ലേ? ശ്രീനിസാറിനെ കണ്ടായിരുന്നോ? ഓ ശ്രീനിസാറിനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങേരോടൊന്നും സംസാരിക്കാൻ ആ പെണ്ണൊന്ന് അവസരം തരണ്ടേ? ഓ ചെന്നപ്പം മുതലാ ശ്രീനിസാറിൻ്റെ അടുത്ത് വർത്താനം പറിച്ചിട്ട് അവിടെ വന്ന സകല ആൾക്കാരെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ആരെങ്കിലും അതിനെ കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് ചെന്ന് അവരോട് വർത്താനം പറഞ്ഞോളൂ. പിന്നെ കാണുന്ന പോലല്ല കേട്ടോ അവള് ഭയങ്കര സംഭവമാണ്. അത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും എല്ലാം ജെസ്സിനെ പറ്റി തന്നെയായിരുന്നു വർത്താനം. എന്നെ കുറിച്ച് എന്ത് പറയാനാ? നല്ലത് വല്ലതാണോ ഇവിടെ പറഞ്ഞേ? പിന്നെ നല്ല ഗംഭീര കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേ. സത്യം പറഞ്ഞല്ലോ, അത് കേട്ടാ ശരിക്കും നിന്നോട് വെറുപ്പ് തോന്നും കേട്ടോ. കൺവീൻസ് ചെയ്യാൻ അവളെ കഴിഞ്ഞിട്ടുള്ള ആളേ ഉള്ളൂ. 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ? വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എല്ലാവർക്കും? ചെയ്തോണ്ടിരിക്കായിരുന്നു. പണി എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് മനസ്സിലായി. ഈ കളിയും ചിരിയും തമാശയൊക്കെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മതി കേട്ടോ. എല്ലായിടത്തും കൂടെ ഉണ്ട്. സാറൊന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറും. എന്തായാലും പോയി കാണാം.
ഇപ്പോഴോ ഈ മൂഡിൽ അയാൾ വേറെ വല്ലതും പറഞ്ഞാലോ? പറഞ്ഞേ പറയട്ടെ, നമുക്ക് എന്തായാലും പോയി കാണാം. ഇനി വയ്യേ. ബസ് വർക്കിൻ്റെ കാര്യം എന്തെങ്കിലും പറയാനാണോ? വർക്കിൻ്റെ അല്ല, ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ട്. അത് ഞാൻ കേട്ടല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അല്ല, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും സാറ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വേറെ മറുപടി ഒന്നും പറയല്ല. ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ പൊക്കെയോ, ഞാൻ കുറച്ച് ബിസിയാണ്. ബോസ്, അത് ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ബോസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള. ഇപ്പം ഇത്രയും നാൾ കള്ളം പറഞ്ഞതും സത്യമൊക്കെ മൂടി വെച്ചതൊക്കെ ഈ ജോലിക്ക് വേണ്ടിയിട്ടല്ലായിരുന്ന. ഞാനായിട്ട് ഇനി ആരുടെയും ജോലിയൊന്നും കളയാൻ നിൽക്കുന്നില്ല. കഷ്ടപ്പെടാമെന്ന് വെറുതെ ആവണ്ട പൊക്കെ. താങ്ക് യു സാർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിമേൽ എന്തായാലും പഴയതിലായിരിക്കില്ല. പണ്ട് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചാണ് പെരുമാറിയത്. ഇനിയിപ്പം അതൊന്നും കാണില്ല. പക്ക നിങ്ങൾ രണ്ടൊരു എംപ്ലോയീസും ഞാൻ ഇവിടുത്തെ മാനേജറും, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട ആരും എൻ്റെ അടുത്ത്. നേച്ചറല്ല, എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. നിങ്ങൾ മാത്രമൊന്നുമില്ല, പലരും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചാൽ മതി. ഓക്കെ? ബോസേ, നമ്മൾ മനഃപൂർവ്വമായിട്ട് ബോസിനെ വിഷം. ഞാൻ പറഞ്ഞില്ലേ ടോമേ, വർക്കിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. ഞാൻ കുറച്ച് ബിസിയാണ്. അല്ലെങ്കിൽ ഇത് ഓഫീസ് ടൈമാണ്. ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് ഓഫീസ് ടൈമിന് ശേഷം സംസാരിക്കാം. അതും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോളാം. അപ്പം നിങ്ങളിപ്പോൾ ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കല്ലേ? അല്ലെങ്കിൽ പറയാം, നീ ഇവളത്തായിട്ട് പറയാതിരിക്കണം. പറഞ്ഞ എല്ലാവരും എന്തെല്ലാം അറിഞ്ഞതല്ലേ? ടോം വരുന്നില്ലേ? ഞാൻ പറഞ്ഞോ? എന്നാ ഞാൻ പോവാം. പറ്റോ? ശരി. എന്താണ് രണ്ടുപേരും കൂടെ ഒരു അടക്കം പറച്ചിൽ കണ്ടല്ലോ. അമ്മ ഇപ്പൊ ഫ്രീ ആണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഫ്രീ ആണ്. എനിക്ക് പേഴ്സണലായിട്ട് അമ്മയടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പേഴ്സണലോ? ഇപ്പൊ എന്താണ് പേഴ്സണലൊക്കെ? ഇരിക്കുന്ന. അല്ല, ഞാനേ നിന്നോട് വേറൊരു കാര്യം ചോദിക്കായിരുന്നു. നീ എന്താ ഈ രാവിലെ വരുമ്പോ ഈവനിങ് അതുപോലെ ഓഫീസ് ടൈമിലൊക്കെ ടോമിൻ്റെ കൂടെ നടക്കുന്നേ? എന്തൊരു ഓക്വേർഡാണത്. അമ്മയെ ഞാനത് സംസാരിക്കാനാണ് വന്നത്. എന്താണ്? എന്റെയും ടോമിന്റെയും കല്യാണം കഴിഞ്ഞതാ. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എന്താ പറഞ്ഞേ? ഇനിയിപ്പം ഇവിടെ കൂടെ പോയ പ്രശ്നം ഉണ്ടായില്ലല്ലോ. പിന്നെ ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. ഓ അത് ശരി. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. അല്ല, പക്ഷെ അമൽ സാറ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഇഷ്ടത്തിലാണെന്നല്ലേ അമൽ സാറായിട്ട്? അത് അമൽ സാറല്ലേ പറഞ്ഞത്. ഞാൻ ആരടുത്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാൻ പോവാണെന്ന്? സാറ് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. അത് സാറിനൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അപ്പൊ കല്യാണം ഇല്ലേ? ഞാൻ ടോമിന്റെ വൈഫാണ്. പിന്നെ ഞാൻ എങ്ങനെ അമൽ സാറിനെ കല്യാണം കഴിക്കുന്നേ? അത് ശരി. അപ്പൊ പുള്ളിക്ക് പ്രതീക്ഷയും കൊടുത്ത് അത് നടക്കില്ലെന്ന് കണ്ടപ്പോ നീ ടോമിനെ കെട്ടി അല്ലേ? മോളെ, നീ വലിയ ഉടായ്പ തന്നെയാണല്ലോ. ഇനി നിന്നെയൊക്കെ ആരാടി വിശ്വസിക്കുക? കുടിച്ചു വളർത്തി വിശ്വസിക്കില്ലല്ലോ. അല്ല, ഇല്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വരവും പോകും കണ്ടപ്പോഴേ ഞാൻ അപ്പോഴേ അമൽ സാറിനൊരു ഹിന്റ് കൊടുത്താണ്. സാർ പ്രതീക്ഷ വെക്കേണ്ട, നടക്കില്ല. പാവം. പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു. സത്യത്തിൽ പുള്ളി ലക്കിയാ. പക്ഷെ ഈ 1 വർഷം ടോം നിന്നെ എങ്ങനെ ഡിസൈക്കണേ? ടോം ശരിക്കും പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അമ്മയാ, ഈ ഓഫീസിൽ മനസ്സമാധാനമായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നീ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് കയറി വരരുത് പ്ലീസ്.
അല്ല മനസ്സമാനായിട്ട് നിങ്ങൾ താമസിച്ചോ? നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരുന്നില്ലല്ലോ. എനിക്ക് നീയായിട്ടല്ലേ പ്രശ്നം. പിന്നെ നീ പണ്ട് കാണിച്ചതും ചെയ്തൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതിനെന്തെങ്കിലും ഞാൻ നിനക്ക് ഒരു പണി തന്നിട്ടേ പോവുള്ളൂ. പണ്ട് ഞാൻ നിന്റെ അടുത്ത് എന്ത് കാണിച്ചതാ നീ എപ്പോഴും ഈ പറഞ്ഞോട് നടക്കണേ? താൻ വന്ന പോലെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ എന്ത് കാണിച്ചു എന്ന്. എടോ, അന്ന് കോളേജിൽ പഠിക്കുമ്പം ഞാൻ മനസ്സമാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ബുക്കിൽ ആ സാറിൻ്റെ ലെറ്റർ എഴുതി വെച്ചിട്ട് അവസാനം ഞാൻ പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? ഞാൻ അവിടെ നിന്ന് ഡിസ്മിസിലായി. എന്നിട്ട് അത്രയും കാര്യങ്ങൾ നന്നിട്ട് പോലും നീ എൻ്റെ അടുത്ത് ഒരു അക്ഷരം പറയാൻ വന്നോ? എന്തെങ്കിലും സംസാരിക്കാൻ വന്നോ ആ സമയത്ത്? എന്നിട്ട് ഇപ്പൊ ചോദിക്കുക എന്താ അമ്മയെ, എന്താ പ്രശ്നം? അമ്മേ, അതൊന്നും മനഃപൂർവ്വമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എങ്ങനെയൊക്കെ അതൊക്കെ അങ്ങനെ പറ്റിപ്പോയതാ. പിന്നെ അത് പണ്ട് കോളേജിൽ നടന്ന കാര്യമില്ലേ? അതുകൊണ്ട് എനിക്കാണല്ലോ പറ്റിപ്പോയത്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീയൊക്കെ സേഫ് ആയല്ലോ. എന്തായാലും ഈ ഒരു കാര്യത്തില് നിനക്കൊരു പണി തരാണ്ട് ഞാൻ പോവില്ല മോളെ, നീ പ്രതീക്ഷിക്കണ്ട. അപ്പൊ നിനക്ക് പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലേ? ഈ പ്രശ്നത്തിൽ നിന്നല്ല ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കും. നിനക്കൊരു പണിയും കൂടെ തന്നിട്ടേ പോവുള്ളൂ. ശരി, കാണാം. കാണാൻ പോകുന്നത് നീയായിരിക്കും.